പാഷാണം ഷാജി എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ മലയാള പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധേയനായ പ്രിയ കൂട്ടുകാരൻ സാജു നവോദയ. നമസ്കാരം. നമസ്കാരം. വളരെ അത്ഭുതം. ഞാൻ ഇത്ര സാജുവിന് ഇങ്ങനെയല്ല കണ്ടോ, കുറേ മുടിയൊക്കെ നല്ല കളർഫുള്ളായിട്ടിട്ട് സാജു വേറൊരു ക്യാരക്ടർ പോലെ. എന്താ ഇത്? അതെ, ഈ എല്ലാ പടത്തിലും ആ മുടി തന്നെയായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് സോഹൻ സീനുലാലിൻ്റെ പടമുണ്ട് ഡാൻസ് പാർട്ടി എന്ന് പറഞ്ഞാൽ, അതിനകത്ത് ഇത്രയും പഠിച്ച്. അപ്പോൾ അടുത്ത പടത്തിൽ ചെന്നപ്പോഴത്തേക്ക് ഈ പടത്തിൽ അവർ ചെയ്തേക്കുന്ന കെറ്റപ്പല്ല, കാരണം അത് മൊത്തം പഠിച്ച്. പിന്നെ അടുത്ത പടത്തിൽ ചെന്നപ്പോഴത്തേക്ക് അത് പഠിച്ച്. ഇപ്പോൾ ഒരു 4 പടം ഈ മുട്ടയമ്മത്തിൽ തന്നെ ചെയ്യണത്. കലാജീവിതത്തിൽ ഒരുപാട് ഇനോഗ്രേഷനുകൾ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ക്ഷണിക്കപ്പെടാറുണ്ട്, പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അല്ല, നമുക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചില സ്കൂളുകളിലൊക്കെ നമ്മളെ കുഞ്ഞുങ്ങൾ ആ ടീച്ചേഴ്സൊക്കെ നമ്മൾ അറിയും. ഇതുപോലെ എൻ്റെ ഫ്രണ്ട് ടീച്ചറായിട്ടുള്ള സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ച് അവിടെ ഞാനങ്ങനെ നേരെ ചെന്ന് കഴിഞ്ഞ് ഓഫീസ് റൂമിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഞാനങ്ങോട്ട് ചെന്നപ്പോൾ പ്രിൻസിപ്പൽ ചോദിച്ചു, ആരാ? ഞാൻ പറഞ്ഞു ഇന്ന പോലെ വന്നാന്ന് പറഞ്ഞു, ഉദ്ഘാടനത്തിൽ വന്നാന്ന് പറഞ്ഞു. എന്താ ചെയ്യണത്? ഞാൻ പറഞ്ഞു സിനിമയൊക്കെ അഭിനയിക്കും. അങ്ങനെ പറഞ്ഞ് എന്നെ ഏതാണ് സിനിമ, ഞാൻ പറഞ്ഞു വെള്ളിമുങ്ങയാണ് അഭിനയിക്കുന്നത്, ഇതെല്ലാം പറഞ്ഞ് കേട്ട്. എന്നിട്ട് സ്റ്റേജിൽ പോയിരുന്നിട്ടേ പ്രസംഗിക്കാൻ കയറിയിട്ട്, ഈ ഇരിക്കണ ആരാന്നറിയാമോ? എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നേക്കണം പാഷാണം ഷാജി. പുള്ളിയുടെ വെള്ളിമുങ്ങ എന്ന് പറഞ്ഞ സിനിമ ഞാൻ എത്ര പ്രാവശ്യം കണ്ട്, ആനയാണ് പൂനെയാണ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. എന്നോട് ചോദിച്ചതെല്ലാം. അതെ. ഇതൊക്കെ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ പ്രിൻസിപ്പൾ നുണയേട്ടാന്ന് പറഞ്ഞു. എന്നെ കണ്ടിട്ടില്ലാത്ത ആളാണ്. ഇപ്പോൾ ഇവിടെ അപ്പോൾ എന്നോടെല്ലാം ചോദിച്ചിട്ട് അതുപോലെ എന്നെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. ഇനി മക്കൾക്ക് അല്ല ഇത്രയും ഇങ്ങനെയൊക്കെ നുണ പറയാൻ പാടണ്ട മക്കളെ എന്ന് ചോദിച്ചു. അപ്പം എന്നെ കൊണ്ടവള് തൂണച്ചാരി അവിടെ നിൽക്കുകയായിരുന്നു. ഇത് കാരണം ചെന്ന് നോക്കുമ്പോൾ അവള് തൂണച്ചാരി ഇരുന്നവളാ. മക്കൾക്ക് എന്താ പാട്ട് വേണം, എന്താ വേണ്ട പാട്ട് പാടി പിള്ളേരുടെ കൂടെ പുറത്തൊക്കെ ഇറങ്ങി പാട്ട് പാടിയിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി എല്ലാവർക്കും നന്ദി, ഞാൻ പോവാട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ടീച്ചർ വലിയ മൊമെൻറ്റോ, ഞാൻ പറഞ്ഞു അങ്ങോട്ട് കൊടുത്തേക്കുന്നുണ്ട്, സാറിന് കൊടുത്തേക്കുന്നു. അല്ല, അറിഞ്ഞിട്ടും അറിയാം അതുണ്ട്. അത് ഒരുപാട് പേരുണ്ട്, അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, അങ്ങനെയുള്ളവർ നമുക്ക് മനസ്സിലാവും അബദ്ധം പറ്റുന്നവർ. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് ഈ ആംബുലൻസ് ഒരു ആംബുലൻസ് മേടിച്ച് കൊടുത്തേക്ക ആ നാട്ടിൽ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ പറയണം, നമ്മൾ എല്ലാവരും സംസാരിച്ചത് കഴിഞ്ഞപ്പോൾ ഒരു മെമ്പർ എന്നിട്ട് പറഞ്ഞ്, ഇതിപ്പോൾ നമ്മൾ ആംബുലൻസ് ഒരാൾ തന്നെന്ന് ഓർത്തിട്ട് കഴിഞ്ഞില്ല, വെറുതെ ഇടരുത്, നമ്മൾ നല്ല ഓട്ടം കൊടുക്കണമെന്ന് എല്ലാവരും കൂടി. അപ്പം ഞാൻ അസുഖം വരാതെ ഓട്ടം കൊടുക്കാൻ പറ്റുമോ? ഇതെല്ലാം കഴിയുമ്പോൾ വിളിച്ച്, ചേട്ടൻ എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് തന്നെ. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല അടുത്ത പഞ്ചായത്തിനും കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നു. അതാ പറഞ്ഞത്, അത് അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളാണ്. അതെ. അങ്ങനെ അറിഞ്ഞുകൊണ്ട് പറ്റുന്ന കുറേ ആൾക്കാർ. ഈ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇതുണ്ട്, നമ്മൾ അറിഞ്ഞാലും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതെ. അവരിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. അതെ. എന്നിട്ട് അപ്പുറത്തിരിക്കുന്നവർ ചോദിക്കും, ഒറ്റപ്പെടുത്തൽ ഈ പുള്ളിയല്ലേ? അതെ. അന്നല്ല ചിരിക്കണം നമ്മളെ കാണുമ്പോൾ. അതെ. അപ്പോൾ ഒരു ദിവസം ഇതല്ല, ഞാൻ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ പെട്രോൾ കൊണ്ടുവന്ന സാധനം വെച്ചിട്ട് പുള്ളി, ഞാൻ ഗ്ലാസ് എത്തിയിരിക്കും, പുള്ളി എന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി കുറച്ച് നേരം വീണ്ടും വന്നിട്ട് 3 പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ചേട്ടങ്ങ് വന്നേ, ഞാനെന്താ സിംഹവാലം കുരങ്ങ ഇങ്ങനെ ഇടക്കിടക്ക് കണ്ടിട്ട് പോകാന്ന് വെച്ച്. ഇതത് തന്നെ ആളുകൾ. അപ്പോഴും ഞാൻ ചിരിക്കുമെന്നുള്ള ഡൗട്ട്, ഞാൻ പുള്ളി നോക്കുമ്പോൾ ഞാനും നോക്കണ്ട്. അങ്ങനെ ഇങ്ങനെ വന്ന് മുട്ടാൻ ഒരു പ്രയാസമുള്ളൂ. പേടിയുള്ള ആൾക്കാരുണ്ട്, പ്രയാസമുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ അവിടെ ഇതുപോലെ എന്ത് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കാൻ ഗുണ്ടകൾ അനുദാദ്യം വിനുദാദ്യം. ഞാനിട്ട് അങ്ങനെ പേരാ അനുദാദ്യം വിനുദാദ്യം. ഇടി കൊള്ളണ ആൾക്കാരാട്ടാ, ഇടി കൊള്ളുള്ളൂ, കൊടുക്കില്ല. ഇവർ ആ ജംഗ്ഷനിൽ വന്ന് അന്ന് ഉറപ്പാ ആരെയും ക്രിക്കറ്റ് ഊത്തിട്ട് മേടിച്ചിട്ട് രണ്ടുപേരും കൂടി പോകുന്നു. അന്ന് ഞാൻ ഒരു ദിവസം അടിച്ച് ഉറങ്ങിപ്പോയി ഇടികൊണ്ടില്ല, വൈകുന്നേരം ഞാൻ ഞാൻ ഇന്ന് ഇടികൊണ്ടില്ല എന്ന് പറഞ്ഞ് കട വഴി പോകണം. അപ്പം അയ്യപ്പന്മാരുടെ വണ്ടി വന്നത് പമ്പിൽ, അയ്യപ്പന്മാർ ഇടിക്കൂലില്ല. ചെന്ന് അവരെ മെക്കിട്ട് കയറി അയ്യപ്പന്മാർ തേങ്ങക്ക് ഇടിച്ച് താഴ്ത്തിട്ട് ഇടിക്കട്ടെ. അപ്പോൾ ഇടി കൊള്ളണം, ഒരുത്തൻ അങ്ങോട്ട് മാറി തന്നെയൊക്കെ ഇടി കൊള്ളണം. പറ ബാടാ വന്നിടിക്കണം. അവരെ ഇല്ല, ഞാൻ മീൻ കൂട്ടിയതാന്ന്. അന്ന് വെട്ട കീറ് മേടിക്കേ ഞാൻ മീൻ കൂട്ടി അവരെ തൊടാൻ പാടില്ലെന്ന് അയ്യപ്പന്മാരാ. അതുപോലെ വേറൊരാളുണ്ട് മെലിഞ്ഞിട്ട് നമ്മുടെ അത്തച്ചമയത്ത് നമ്മുടെ യേശുവിനൊക്കെ ആക്കാൻ പറ്റുന്നതാണ്. ഇത് എൻ്റെ വീട്ടിലവിടെ അത് ഇവരൊക്കെ ആയിട്ട് സ്കിറ്റിൽ വന്നുകൊണ്ടിരുന്നത്. ഈ പുള്ളീനെ ഇവരൊക്കെ കൂടി, അപ്പോൾ പുള്ളി 2 അടിക്കണം കൂടുതല. അപ്പോൾ 2 മേടിച്ചു കൊടുത്താൽ പുള്ളി യേശു വന്നിട്ട് കൊട്ട് ഡിറ്റോ യേശു. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവർക്കാണ് പ്രൈസ്. അപ്പം ഇങ്ങനെ ഇടക്കിടക്കല്ല ജഡ്ജസ് ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് അത്തച്ചമയം വരുമ്പോൾ കുറേ നട്ടപ്പൊരി. രാവിലെ 10 മണിക്ക് തീരണ 4 മണിക്കാണേ. അത് ഇങ്ങനെ കറങ്ങി വന്നല്ലോ, ക്ഷേത്രത്തിന് മുന്നേ വടക്കേക്കോട്ട കിഴക്കേക്കോട്ടൊക്കെ ചുറ്റി വരണമല്ലോ. ഒരു വെയിലുവാ, അനങ്ങാൻ പാടില്ലല്ലേ. ഈ കുന്തമായിട്ട് ഇവർ നിൽക്കണത്, യേശു ഒട്ടും അനങ്ങാൻ പാടില്ല, ഇങ്ങനെ നടക്കുക. ഈ ഒരിടത്ത ജഡ്ജെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങിയൊക്കെ ചെയ്യുക. ഇത് എവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ യേശു ഇങ്ങനെ കിടന്ന് ഇവിടെ അനങ്ങണ്, തൊണ്ട ഉണങ്ങിയിട്ടേ. അപ്പോൾ കുന്തമായിട്ട് കണ്, അരുണ എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് തോന്നി. കുന്തം കൊണ്ട് കിടന്ന് കണ്ണടച്ച് കാണിച്ച്. പിന്നെ മാന്യമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു, ഇച്ചിരി വെള്ളം കുടിക്കണ്ട, അല്ലെങ്കിൽ ചത്തു പോകും.
കുറച്ച് കഴിഞ്ഞപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ തെറിയായി. തെറി പൂത്തിട്ട് കുരിശ് ഒടിച്ച് രണ്ടും ഒടിച്ചിട്ട് ലോറി കൈകുത്തിട്ട് പുറത്തേക്ക് ആടി. അത് നേരെ ഞാൻ നോക്കുമ്പോൾ ഒരു കടയിൽ നിന്ന് സോഡ കുടിക്കുക. അവർ ടാബ്ലോയും പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞ് അവർ പോയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഘട്ടം പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകണം. പുതിയ വളവ് തിരിഞ്ഞ് ഞാൻ അങ്ങ് പോകുമ്പോഴത്തേക്ക് രണ്ട് കയ്യിലും പട്ടിയെ കഷ്ണം ഇട്ടിട്ട് നടന്നു പോകും. വണ്ടി കയറ്റിയിട്ട് ഇവരെ ടാബ്ലോ പൊളിച്ച് കളഞ്ഞില്ലേ. അങ്ങനെ കുറേ ക്യാരക്ടറുണ്ട്. പിന്നെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പുള്ളി അപ്പുറത്തെ കടയിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് വയ്ക്കുക. അപ്പോൾ ഇപ്പുറത്ത് കുറച്ചിങ്ങനെ മാറിയിട്ട് പോലീസുകാർ വണ്ടിയിൽ ബോണറ്റ് വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് വേറൊരാൾക്ക്. അപ്പോൾ കടക്കാരൻ്റെ അവിടെ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അന്നേരം സിഗരറ്റ് വലിച്ചപ്പോൾ എഴുതണ്ടല്ല. അത് എന്താണെന്നറിയില്ല, നീ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. പുള്ളിയെ സിഗരറ്റ് എന്താ സാറേ വിഷയം എന്താണെന്ന് ചോദിച്ചു. നിൻ്റെ അഡ്രസ്സ് പറഞ്ഞു. നിൻ്റെ അഡ്രസ്സ് അങ്ങ് പറഞ്ഞാ. ഞങ്ങളുടെ ഇവിടെ ഓണക്കളിയാണല്ലോ. ഓണക്കളിക്ക് വലിയ മറയൊക്കെ കിട്ടും. എന്നിട്ട് അപ്പുറത്തെ ടീം കാണാൻ പാടില്ല. ഇവിടെ പാട്ട് പാടുന്നത് ഒക്കെ ഭയങ്കര മറച്ചൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഓണക്കളി കളത്തിൽ ഒരാൾ കീഴ്വായി വിട്ടു. ഗ്രൂപ്പിലല്ല, ഇപ്പം നമുക്ക് വളിയെന്ന് പറയാൻ കുഴപ്പമില്ല. അത് വിട്ടൊരാൾ അത് വേറൊരാളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് അത് വിഷയമായി പുള്ളി സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലെങ്കിൽ അല്ല, പുള്ളി ഇത് മേത്താക്കിട്ടെ. ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ ജന്മത്തിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത ആളാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഓട്ടക്കായി ആശാൻ വന്ന് പിറ്റേ ദിവസം എല്ലാവരും പറഞ്ഞത് ഇതിൻ്റെ നീക്കുപോക്കി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് വെള്ള പേപ്പറിൽ എഴുതി ഇനി മേലെ ആരും ഗ്രൗണ്ടിൽ വളിവിടില്ല എന്ന്. എന്നിട്ട് എല്ലാവരും ഒപ്പിട്ടിട്ട് ഈ മുടൽ കെട്ടിയേക്കണം മാറ അതിൽ വെച്ചേക്കാണ്. ഡെയിലി ആശാൻ വന്ന് നോക്കും അതിൽ ആരെങ്കിലും ടിക്ക് ചെയ്തിട്ടുണ്ടാകുന്നു അറിയാം. അങ്ങനത്തെ കളിസ്ഥലമാണ്. അപ്പോൾ ആ കളിസ്ഥലത്ത് പാട്ട് കമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നവീന രീതിയിലുള്ള കളിയാണ്. അതെ, കുറച്ച് മോഡേൺ. കാലഘട്ടത്തിനനുസരിച്ച് പാട്ടുകൾ മാറ്റും. അപ്പം ഇങ്ങനെ ഒരു പാട്ട് ഒരുത്തം പറഞ്ഞു ആ സാധനം ശരിയാക്കി കിട്ടാമെന്ന് പറഞ്ഞു. അതാണ്ട് എന്ത് സാധനം അല്ല, അത് ഈ സീസൺ നമ്മൾ അടിച്ച് കയറ്റാനുള്ള സാധനം. ഞാൻ എന്താണ് ടൈറ്റാനിക്കാണ് വിഷയമെന്ന് തോന്നുന്നു. ടൈറ്റാനിക്കിന് ഓണക്കളിക്ക് പാട്ട് പാടി എങ്ങനെ ഒക്കെ എൻ്റെ സാധനം. ഞാൻ പാടാം, നീ അതൊക്കെ വൈകുന്നേരം നീ അവരെല്ലാവരും വരുമ്പോൾ നീ എന്ത് സപ്പോർട്ട് ചെയ്തായെന്ന് നമ്മൾ നീ പാടുന്ന പുള്ളി. കപ്പൽ മെല്ലെ നീങ്ങി നീങ്ങി പുഴയേട്ടാ, കടലല്ല പുഴയാ, അത് പുഴയിൽ കപ്പൽ തീലായി മഞ്ഞുമലയിൽ തട്ടി കപ്പൽ തകർന്നേ. നാട്ടുകാര് ഓടിക്കൂടി ആകെ മൊത്തം ബഹളമായി. കപ്പലിലെ കപ്പിത്താനോ ഭയന്നു പോയി. കടലിനകത്ത് നാട്ടുകാർ ഓടിക്കൂടിയിരുന്നു. ഇത് ഭയങ്കര പാട്ടെഴുത്തുകാരാ. സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാ. ഈ കൈകൊട്ടിക്കളിയിൽ ഈ ആനുകാലിക വിഷയങ്ങൾ അവർ ഉൾപ്പെടുത്തും. അത് അടിച്ചടിച്ചടിച്ച് കൈയൊക്കെ ഉണ്ട് മരുഭൂമി പോലെ പൊട്ടി വിണ്ട് കയറി. എന്നിട്ട് ഈ ഒരു അപ്പം വെടിക്കെട്ട് കാണിക്കുന്നു. വെടിക്കെട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുത്തനെ എല്ലാവരും ഉണ്ടെങ്കിൽ കയ്യെ പിടിച്ചിട്ട് ഒറ്റ ഏറ് മുകളിലേക്ക് ഇടും. ആ മുകളിൽ പോയിട്ട് ഇങ്ങനെ കൊട്ടിയിട്ട് താഴ്ത്തു വന്നു വീണു. ഇത് കൊട്ടിയിട്ട് ഇവന്മാർക്ക് പിടുത്തം കിട്ടില്ല. നെഞ്ചും തല്ലി വന്ന് വീണു. ഈ ചവിട്ടി ഉറപ്പിച്ചും സിമെൻറ്റ് ഇട്ടേക്കണ പോലെ ഇരിക്കണം മണ്ണിപ്പോൾ. നെഞ്ചും തല്ലി വീണ്ട അനക്കയില്ല. വെള്ളമൊക്കെ തളിച്ച് എണീപ്പിച്ചപ്പോഴേ തപ്പ് എന്താ എൻ്റെ ബീഡി എന്ത് ചെയ്യുന്നു റൂട്ട് പോയി. അതുപോലെ തന്നെ ഞങ്ങൾ ഓണത്തിന് കളിക്കാൻ പോകുമ്പോൾ വന്ന് നിവാരണം എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഷാമ്പു പോലത്തെ പാക്കറ്റ് കുടിച്ചാൽ തൊണ്ട നല്ല സുഖമായിരിക്കും. ഈ 5 ദിവസം പാടണമല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇത് മേടിച്ചിങ്ങനെ ചപ്പിക്കിട്ട് ഒരുത്തൻ ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ആ കടയിലുണ്ടെന്ന് തോന്നുന്നു. നേരെ ചെന്നിട്ട് ഒരെണ്ണം നേട്ടം ചപ്പി തിന്ന്. ഷാമ്പു ആയിരുന്നു. ഞങ്ങളിതാ തന്നെ പുള്ളി ഷാമ്പു മേടിച്ച് ചെന്നിട്ടേ 5 ഓണം കറങ്ങിപ്പോയി. പുള്ളിക്ക് എല്ലാം വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കിടക്കുകയായിരിക്കുള്ളൂ. ഓർമ്മയുണ്ടോ നമ്മൾ പ്രോഗ്രാമിന് പോയിട്ട് ഡാൻസുകാരെന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാലോ മുടി ഇങ്ങനത്തെ ഒക്കെ താടിയൊക്കെയുള്ള ഡാൻസ് ഗ്രൂപ്പായിരുന്നു നമ്മുടെ. നമ്മുടെ പ്രോഗ്രാം സ്ഥലം അമ്പലം തൊട്ട് താഴെ. പ്രോഗ്രാം കഴിഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നു, എല്ലാവരും നമ്മളെല്ലാം വന്ന് കയറുന്നു. ഡാൻസുകാർ എപ്പോഴും ബാക്ക് സീറ്റിൽ ബസ്സിലായിരുന്നു. ബാക്ക് സീറ്റിൽ ഇങ്ങനെ നിറച്ചിരിക്കും, ഇരുട്ടല്ലേ. അങ്ങനെ ബസ് വിട്ടു. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറകിൽ നടുക്കിരുന്ന് ഒരു ശബ്ദം, നിന്നോട് നീ പൊടാ, നിന്റെ കിടന്നു നീ പൊടാ. നോക്കിയപ്പോൾ ഡാൻസുകാരനല്ലാത്ത ഒരാൾ നടുക്കിരിക്കണത്. മെന്റലി പ്രശ്നമുള്ള മുടിയൊക്കെ ഈ ഡാൻസുകാരെ പോലെ അപ്പൊ നോക്കി ലൈറ്റ് ഇട്ടേ വേറൊരാൾ നടക്ക് ചേട്ടാ തുടങ്ങിയപ്പോൾ പുള്ളി മിണ്ടാന്ന്. ഞാൻ എനിക്കെന്ത് കാര്യം അല്ല പെൺപിള്ളേർക്ക് അറിയാൻ പറ്റില്ല എല്ലാം ഇങ്ങനെ ഇരിക്കണോണ്ടേ. അറിയില്ല, എല്ലാവരും ഇതുപോലെയാണല്ലോ. എല്ലാ മിമിക്രി കലാകാരന്മാരോട് ഞാൻ ചോദിക്കാറുണ്ട് ഇവിടെ വരുമ്പോൾ. നമ്മൾ പ്രൊഫഷണൽ ആയപ്പോഴും അതിനു മുൻപുള്ള ട്രൂപ്പുകളിൽ നടന്ന രസകരമായ എന്തെങ്കിലും അനുഭവങ്ങളോ സ്കിറ്റിൽ സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തെ ആൾക്കാർ കാണുന്നേക്കാളും വലിയ കോമഡി അതിൻ്റെ അകത്താണ് നടക്കണം സ്കിറ്റ് കളിക്കുമ്പോഴത്തേക്ക്. കാരണം നമ്മുടെ ഈ സ്ഥിരമായിട്ട് കളിച്ചിട്ടിരിക്കുന്ന സ്കിറ്റാണെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു പാളിച്ച പറ്റിയ പിന്നെ മൊത്തത്തിൽ അത് കയ്യിൽ നിന്ന് പോകും. അതെ, അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാട്ടിൻ്റെ കലാമണിച്ചേട്ടനെ വെച്ചിട്ടുള്ള പാട്ട്, നാടൻ പാട്ട് വെച്ചിട്ട് ഐറ്റമില്ലേ, മണിച്ചേട്ടൻ്റെ പാട്ട് പാടി പാടി വട്ടായിട്ട് അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടർ എന്ത് ചോദിച്ചാലും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടും. അപ്പോൾ സിസ്റ്റർ കുഞ്ഞേരി എന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞുനാളും ചെറുപ്പത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി, ഈ പുള്ളി പാടുമ്പോൾ ഡോക്ടർ നീ കണ്ടിട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, ഇത് വേറെ സ്ഥലത്തുള്ള കുഞ്ഞേലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകണം. അപ്പം ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറിനോട് ഈ പേഷ്യൻ്റ് പറയും ഞാനെന്നാ കുഞ്ഞേലിനെ കൂടി കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർ ഇരുന്നിട്ട് പാടണാണ് ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കല്ലിട്ടിളക്കണ കൊച്ചേട്ടാ, ഈ പാട്ട് ഡോക്ടർ പാടണം. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഡോക്ടറാണ് തിരിച്ചു പാടേണ്ടത്. അതെ. ബൈജു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് ഡോക്ടർ. ഈ സമയമായപ്പോഴത്തേക്ക് ഇവൻ ഈ പാട്ടിന്റെ ടോൺ മറന്നുപോയി. ഓക്കെ, തിരിച്ചു പാടേണ്ട ടോണുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ സിസ്റ്റർ കുഞ്ഞേലിനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്നപ്പോഴത്തേക്ക് പിടിച്ചൊക്കെ നോക്കിയാന്ന് രക്ഷയില്ലാണ്ട് എടാ മോനെ വേവില്ലടാ മോനെ, നിന്റെ പരിപ്പ് വേവില്ലടാ മോനെ, എൻ്റെ ഞാൻ കുടിക്കും കഞ്ഞിയെ താളം പോയി എന്നല്ല സ്കിറ്റ് പോയി മൊത്തത്തിൽ. ഇതുപോലെ തന്നെ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ട്രൂപ്പ് തുടങ്ങുമ്പോൾ കൂട്ടത്തിലുള്ള ആർട്ടിസ്റ്റിൻ്റെ വീടിനടുത്ത് എവിടെയെങ്കിലും ഒരു അതെ പ്രോഗ്രാം കിട്ടിയെന്ന് വെച്ചാൽ അപ്പം അന്ന് അവൻ പറയും ആ ഐറ്റത്തിൽ ഞാൻ കയറാം, എടാ ഇന്ന് ഞാൻ മറ്റേ സൗണ്ട് ഞാൻ അനുകരിക്കാം, നീ അനുകരിക്കണ്ട ഞാൻ അനുകരിച്ചോളാം, ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കില്ലേ. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇതും ഹോസ്പിറ്റലായിട്ട് പറയും ഈ രോഗിയുടെ അസുഖം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർക്ക് എന്താ അസുഖം, ഡോക്ടറെ എനിക്ക് സംസാരിക്കുമ്പോൾ ഒരു ശബ്ദം വരുന്നു, അതെന്താ ഡോക്ടറെ ഇന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇന്ന് ശബ്ദം വരുന്നതെന്ന് ചോദിച്ചു. ഈ ഐറ്റം അവൻ പറഞ്ഞു എടാ ഇന്ന് ഞാനിത് കളിക്കാം, എൻ്റെ വീടിനകത്തുള്ള കുറേ പെണ്ണ് അതുപോലെ ലൈൻ അടിക്കുന്ന പെണ്ണൊക്കെ വരണ്ട, അതുകൊണ്ട് ഞാൻ കളിച്ചോളാം എന്ന് പറഞ്ഞ് റിഹേഴ്സൽ ചെയ്ത് എനിക്കറിയാവുന്നതെന്ന് പറഞ്ഞ് ഞാൻ കയറി. അങ്ങനെ ഡോക്ടർ വരൂ എന്താണ് ഡോക്ടർ എനിക്ക് സംസാരിക്കുമ്പോൾ ഇവൻ ഈ ഒന്ന് കിട്ടണില്ല, അവൻ ഠോ എന്നൊരു ശബ്ദം വന്നു ഡോക്ടർ, അതെന്താ ഡോക്ടർ ഠോ എന്ന് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെയാണ് റിഹേഴ്സൽ നോക്കാതെ. അല്ല ഈ വീടിന് നമ്മുടെ സ്വന്തം വീടിൻ്റെ അടുത്ത് പരിപാടി നടക്കുമ്പോഴത്തേക്ക് അല്ലേ കയറി അങ്ങനെ ഒരു ഇച്ചിരി ഓവർ കളിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ജയൻ്റെ വേഷം ചെയ്യണ അവൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്താണ് പരിപാടി. അങ്ങനെ പരിപാടി കിടന്നിട്ട് ഇപ്പോൾ ഇവൻ സാധാരണ പുറത്തൊന്നും ഇറങ്ങൂല, സ്റ്റേജിലൊക്കെ വന്ന് കാണിച്ചിട്ടുള്ള പോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ ചോദിച്ചു ഞാനിന്നൊന്നും വെളിയിൽ ഇറങ്ങിക്കോട്ടെ, അപ്പോൾ ലൈറ്റ് അടിച്ച് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ അപ്പോൾ ഇവൻ്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് എല്ലാവർക്കും ഭക്ഷണമൊന്നും പറഞ്ഞിട്ടുണ്ട് പരിപാടി കഴിഞ്ഞിട്ട്. അങ്ങനെ വെളിയിൽ ഇറങ്ങി പുള്ളി ഒരപ്പാപ്പനെ ഇരിക്കുകയായിരുന്നു, അപ്പാപ്പനെടുത്ത് പൊക്കി കയ്യെന്ന് വിട്ടുപോയി അപ്പാപ്പൻ. പുള്ളി ആശുപത്രിയിൽ നിന്ന് കൊണ്ടിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അവൻ്റെ മക്കളെ കൂടി വന്ന് ഇടിച്ച് കൂട്ടി ജയൻ പൊടിമണ്ണി കിടന്ന് ഉരുളുക. എന്നിട്ട് പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ആദ്യം പോയി കളഞ്ഞു, കാരണം ഇയാൾക്ക് വീട്ടിൽ ചോറ് കൊടുക്കൂല എന്ന് പറഞ്ഞു ഈ ജയന്. ബാക്കി പരിപാടിക്കാർക്കൊക്കെ അവിടെ ചോറ് കൊടുത്തു, അവന് കൊടുത്തില്ല. അത് ഈ പോളച്ചൻ്റെ വീട്ടിലാണ് പരിപാടി ചെയ്തപ്പോൾ അത് പറഞ്ഞായിരുന്നു. ഇല്ല രാജ് പറഞ്ഞില്ല, രാജ് പറയേണ്ടതാണത്. പോളച്ചൻ്റെ വീട്ടിൽ പരിപാടി ചെയ്തപ്പോൾ പോളച്ചൻ ഐറ്റത്തിൽ കയറണം. അപ്പോൾ ഇവർ പറഞ്ഞ ഐറ്റത്തിൽ അവസരമില്ല, ജസ്റ്റ് വന്നിട്ട് അങ്ങ് പോവുള്ളൂ. അതിനെന്താ ഈ ഐറ്റം കളിക്കുമ്പോൾ പുള്ളി അവിടെ നിന്ന് കുറച്ചും കയറിയിട്ട് മേടിച്ചിട്ട് പോവും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് തന്നെ ഒരു ഐറ്റം മൊത്തം വന്നു പോയിന്ന് ഒരു ഐറ്റത്തിൽ പോളച്ചൻ രാജ് പറയാൻ മറന്നു പോയതാ. അത് പറഞ്ഞില്ല രാജ് പറഞ്ഞില്ലേ. കുറേ നല്ല സിനിമകൾ ചെയ്യണം, നല്ല നല്ല ആൾക്കാരുണ്ട്, നല്ല സംവിധായകന്മാരുണ്ട്, നല്ല പ്രൊഡക്ഷൻ ടീം എല്ലാം ഉണ്ട്. ഇത് ഈ ഒപ്പിച്ച് വിളിക്കും. അപ്പം അങ്ങനെ സിനിമ എന്നെ വിളിച്ച് ഞാൻ ചെന്നേക്കുവാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡയറക്ടർ എന്ത് ചെയ്യുന്ന വെച്ചപ്പോഴത്തേക്ക് ഡയറക്ടർ അവിടെ നിന്ന് തന്നെ പാൻറ്റ് കീറിട്ട് പുള്ളി തന്നെ തുന്നിയേക്കുവാ. അവിടുത്തെ സെറ്റ് ഉദയ സ്റ്റുഡിയോയിൽ വെച്ചാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് കണ്ടപ്പോഴേ പുള്ളി പറഞ്ഞു ചായ കുടിക്കാമെന്ന്. ചായ കുടിച്ചിട്ട് ഞാൻ ചെന്ന് എന്നോട് പറഞ്ഞു അവിടെ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, അത് നല്ല ഉയരങ്ങളെത്തും, സായികുമാറൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആക്ഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ക്യാമറമാൻ നമ്മൾ ചതിക്കാത്ത സിനിമ കാണിയില്ല അതുപോലെ മാറിയിരിക്കുകയെ ഇന്നെന്താ ഇപ്പോൾ ടേപ്പ് എടുത്തിട്ടില്ല എന്ന്. പിന്നെ 10:30 ടേപ്പ് ആലപ്പുഴ പോയി മേടിച്ച് തിരിച്ചു കൊണ്ടത് ഷൂട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വാക്കിങ് കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഭാര്യ ചായ ആയിട്ട് വരുന്നു. ചായ കൊണ്ടെന്ന് വന്നിട്ട് പറയുന്നത് മോളുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയണം. ഞാൻ വന്നിരുന്നു. ഈ ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഡയലോഗ് തുടങ്ങി. ചേച്ചി തെറ്റിക്കാൻ തുടങ്ങി. നമ്മുടെ ഒരുമിച്ച് സൈലന്റ് ആയിട്ട് നിന്ന് ഡയലോഗ് പറയുമ്പോൾ ഒരാൾ തെറ്റിക്കും, നമ്മൾ കൈ വിട്ടു പോകില്ല. പിന്നെ പോകും അത് പോകും. അല്ല ഇത് ചേച്ചി തെറ്റിച്ചരിച്ചിട്ടേ അവസാനം ഡയറക്ടർ പോയിട്ട് താൻ കൊള്ളൂല കേട്ടോ, താൻ അലമ്പാന്ന് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയോട് ഇവരോടൊക്കെ ചേച്ചി വെക്കും താൻ ശരിയാവില്ല, താൻ ജന്മത്ത് ശരിയാവൂല എന്ന്. പിന്നെ അവർക്ക് ഇത് വരണ്ടേ. പോയി പിറ്റേ ദിവസം അടുത്ത ചേച്ചി വന്നിട്ട് അതും വെച്ച് പിന്നെ അവിടെ കുറേ വിഷയങ്ങളൊക്കെ അടിയൊക്കെ ആയിട്ട്
അപ്പം ഞാൻ എൻ്റെ ആവശ്യം പോന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരിക്കേ, അതേ വേറെ സംഭവം ഉണ്ടോ, ഒന്ന് ചെയ്യാമോ? ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ ഞാൻ ഈവനിങ് വോക്ക് കഴിഞ്ഞു വന്ന് ഭാര്യ വന്നിരുന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇത് അന്ന് ചെയ്തതല്ലേ, സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് പകുതിക്ക് ഇടിച്ച് പിരിഞ്ഞ് അതിനാണ് സെക്കൻഡ് പാർട്ട് ഷൂട്ട് ചെയ്യണത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇതിന് നടക്കുന്നത്. അല്ല, ഇപ്പം നമ്മുടെ പ്രശാന്ത് കാഞ്ഞിരമറ്റം, ഞാൻ നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും അവനായതുകൊണ്ട് പറയാം. നമ്മൾ അങ്ങോട്ടും കൂടെ കളിയാക്കില്ല, ഇത് കളിയാക്കണ കാര്യമല്ല. പറ്റിക്കാൻ ഏറ്റവും പറ്റിയ ഒരാളാണ് പ്രശാന്ത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറ്റിക്കും. ഇപ്പം പറ്റിച്ചിട്ട് അങ്ങ് കറങ്ങി വന്നിട്ട് പറഞ്ഞാൽ അവൻ പിന്നെ പെടുപോയില്ലേ, വിശ്വസിക്കും. അപ്പോൾ ഞാൻ മീൻകട തുടങ്ങിയില്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനെ വിളിച്ചടാ നീ എവിടെ ഉണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ കടയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. നല്ല ഫ്രഷ് പെട്ടക്കണ മീൻ കിട്ടുന്ന സ്ഥലമുണ്ട്, നിനക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ എടുക്കും, എത്ര വേണമെങ്കിലും എടുക്കും. എവിടെ? ഞാൻ അറബിക്കടലാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, പ്രശാന്തേ അപ്പോൾ ലോക്ക്ഡൗൺ ടൈമാണ്, സ്കൂളൊക്കെ മുടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞടാ ഈ ഇവിടെ ഏറ്റുമാനൂർ സ്കൂൾ വരെ ഒന്ന് പോകുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് ചെല്ലാമെന്ന് ചോദിച്ചു. സ്കൂളൊക്കെ മുടക്കാൻ നീ പൊട്ടനെ അറിയാന്നേ. അമ്മ പറഞ്ഞു അതിനെന്താ ഞാൻ പോടാ, ഞാൻ വൈഫ് ഹൗസിലേക്ക് പോകണ വഴി കയറാം, കുഴപ്പമില്ലെന്ന്. ഞാൻ പിന്നെ ഈ പാവപ്പെട്ട സ്കൂളാണ്, അപ്പം അങ്ങനെ പൈസ ഒന്നും വേണ്ട, എന്നിട്ട് വണ്ടിക്കാശ് എന്തെങ്കിലും തരുമെങ്കിൽ തരാൻ പറഞ്ഞു. ശരി, അപ്പോൾ നീ അന്ന് 2-ാം തീയതി രാവിലെ ഒരു 10 മണിയാകുമ്പോൾ അവിടെ ചെല്ലണം. ഗേറ്റ് പൂട്ടിയൊക്കെ ഇരിക്കും, അതിൻ്റെ ഒരു ഊട്ടയിൽ താക്കോല് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തുറന്നിട്ട് നീ അകത്ത് കയറി സ്റ്റേജിൽ കയറി പരിപാടി അവതരിപ്പിക്കണം. കുട്ടികളൊന്നും ഉണ്ടാവില്ല, അത് അവതരിപ്പിച്ചിട്ട് നീ നേരെ പ്രിൻസിപ്പളിൻ്റെ വീട്ടിൽ കൊണ്ട് താക്കോല് കൊടുത്തിട്ട് പോരാൻ പറഞ്ഞു. ഈവനോട് പാട് ചീത്ത. അതല്ല നോബി ഞങ്ങളൊക്കെ ഒരു സ്പീക്കറിലിട്ടാണ് പറയണത്. എപ്പോഴും വിളിച്ചിട്ട് അവൻ വിളിച്ച് കഴിയുമ്പോൾ ചോദിക്കും ഞാൻ. അങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരാളാണ് പ്രശാന്ത്. അന്ന് അവൻ അതിനുള്ള ഇതൊന്നുമില്ല കേട്ടോ, നാണമില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഷൂട്ടിംഗ് സ്ഥലത്തോ പ്രോഗ്രാം സ്ഥലത്തോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് സെൽഫി എടുക്കാൻ വരും. സെൽഫി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും സാജുവിനെ? എനിക്ക് ഒരിക്കലുമില്ല. കാരണം ഞാൻ ചിലപ്പോൾ അമ്പലത്തിൽ പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോസിന് ശേഷം ഞാൻ പോവുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ, എവിടെ ചെന്നാലും ഫോട്ടോ ഞാൻ മേടിച്ചിട്ട് സെൽഫി എടുത്ത് കൊടുക്കും. ഞങ്ങൾ ഈ അമർ അക്ബറിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ വെച്ചില്ലേ, അവിടെ ഒരു ഞാൻ ആ പാട്ട് പാടുന്ന സീനില്ലേ സ്റ്റേജിൽ പാട്ട് കാണിക്കണം, ആ സ്റ്റേജിൻ്റെ ഗ്രീൻ റൂമിൽ ഞാനും ശശിചേട്ടനും കൂടി, അല്ലെങ്കിൽ ശശിചേട്ടനും കൂടി. അപ്പോൾ അവിടുത്തെ കോളനിയിൽ കുറേ പിള്ളേർ വന്നിട്ട്, അപ്പം ഈ നമ്മളിങ്ങനെ കർട്ടൻ്റെ ബാക്കിൽ കള്ളൂടി നടക്കുന്നുണ്ട്. ഈ ഇതിൻ്റെ ടർപ്പയുടെ ബാക്കിൽ കള്ളൂടി നടക്കേണ്ട വർത്താനം നമുക്കറിയാൻ പറ്റും. 2-3 പിള്ളേർ വന്നിട്ട് ചേട്ടാ ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ച്. നമ്മുടെ മക്കൾ എന്തിനാ എടുത്തോളാൻ വേണ്ടി ഞങ്ങൾ ഫോട്ടോ എടുത്തു. ശശിചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടൻ ഒരു ഫോട്ടോ ഓടിച്ച്. ശശിചേട്ടൻ അങ്ങനെ എടുപ്പിക്കില്ല. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ അപ്പുറത്ത് ഈ ടർപ്പയുടെ പുറകിൽ വന്നിട്ട് അവിടെ സംസാരം, ആരുടെ ഫോട്ടോ എടുക്കൂലെന്ന് പറഞ്ഞത്. എന്നാൽ അതൊന്നും അറിയണമല്ലോ, ഇവിടെ ഷൂട്ടിങ് നടത്തണം. ഏതാണ് പറഞ്ഞത്? ഇപ്പുറത്ത് തന്നെ ഞങ്ങളെ പുറകിൽ 2 പേര് കേട്ടോണ്ട് ഇവര് തന്നെ വന്നിട്ട് ശബ്ദം മാറ്റി. അല്ല, അപ്പുറത്ത് കുടിച്ചിട്ട് നിങ്ങളോട് പോയി പരാതി പറഞ്ഞു ഉമ്മാര്. അന്ന് ഇത് ഇന്നിവിടെ നിർത്തിച്ചിട്ട് ഏതവനാണ് പറയാത്ത, അവനൊന്നും കാണണമല്ലോ എന്നും പറഞ്ഞ് ചേച്ചേട്ടൻ കേട്ടോണ്ടിരിക്കുകയല്ലേ. അവരാ ടർപ്പിങ് മാറ്റി വരുമ്പോൾ എവിടെയായിട്ട് ഫോട്ടോ എടുക്കണ്ടേ വാ. അങ്ങനെ കുറേ സ്ഥലത്ത് സംഭവിച്ചു. ഇതുപോലെ ഞാൻ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ സദ്യ ഉണ്ടതിന് ശേഷം കയ്യൊക്കെ ആയിട്ട് ഞാനൊരു ചെയർ കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ വന്നിരുന്നു. ഇതിപ്പോൾ ഒരാൾ ഒരു 100 കിലോൻ്റെ അടുത്തുണ്ട്, ഒരു 100-110 കിലോ, നല്ല ബൾക്കി ആയിട്ടൊരു ചേട്ടൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ചോറ് തിന്ന് കൈ കഴുകാൻ പോയി. ഇങ്ങനെ നടന്നു പോയി എന്നെ കണ്ട് പുള്ളി ഇങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ട് നോക്കിയിട്ട് പുള്ളി പോയി. എന്നിട്ട് കൈ കഴുകിയിട്ട് മുണ്ട തുടച്ചിട്ട് മുണ്ടങ്ങ് മടക്കി ഒത്തിരി എന്നെ നോക്കി ഇങ്ങോട്ട് വന്നു. ഞാൻ കച്ചനിരിക്കുകയല്ലേ, എൻ്റെ ഈ മടി കയറി അങ്ങിരുന്നു. 150 കിലോ ഉള്ള ആൾ. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കണേ ഇരുന്നിട്ട് ഈ ഒരു പഴയ ഒരു ഫോൺ എടുത്തിട്ട് പുള്ളി ഇത് ഓണാക്കി ക്യാമറ വേണം ഈ ഗ്യാപ്പിലൂടെ എൻ്റെ മടിയിലെടുത്തിട്ട് പുള്ളിനെ എന്നെ കൂടെ എടുത്തിട്ട് എഴുന്നിട്ട് ഒന്നും പറഞ്ഞിട്ട് പോയി. ഞാൻ ഇത് എന്തായിരിക്കും സംഭവം? ചേട്ടൻ ഫോട്ടോ എടുത്തിട്ട് ഒന്നും ചോദിച്ചില്ല. പുള്ളിക്ക് മനസ്സിലായി ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോയി. അല്ല, കുറെ ആൾക്കാരുണ്ട് നമുക്ക്, അവരുടെ ചിലർ കഴിച്ചിട്ട് നമ്മളെ വലിച്ചുകൊണ്ട് കിടക്കും. പിന്നെ കറക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഉന്നം പിടിച്ചിട്ട്. അല്ല, അത് പിന്നെ നമ്മൾ തന്നെ എടുത്തു കൊടുക്കണ മെയിൻ ഉദ്ദേശം അത് തന്നെ, ഇങ്ങനെ കാണിക്കാതിരിക്കാനാ. അതന്നെ നമുക്ക്. പക്ഷെ ഇവര് ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനും പനച്ചൂരാനും കൂടി ഇവിടെ ഒരു പടം ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അവിടെ ബീച്ചിൽ കുറേ പിള്ളേർ വന്ന് ഫോട്ടോ എടുത്ത് പിന്നെയും ഫോട്ടോ എടുത്ത് പുള്ളിക്കാരൻ പിന്നെ മതി ഇട്ടാന്ന് തോന്നി. അപ്പോൾ ഈ പിള്ളേർ ആ പുള്ള ഉപയോഗിച്ചാൽ അത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടാന്ന് കുറേ സമയം പുള്ളി നിന്ന് കൊടുത്തത്. ഇനി വേണ്ട മക്കളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത അവൻ ചെയ്ത പരിപാടി ഇതാ, മുമ്പിൽ വെച്ചിട്ട് തൻ്റെ ഫോട്ടോയെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നല്ലതാടാ മക്കളെ, ഇങ്ങനെ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അവിടെ വേറൊരു രസമുണ്ട്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഒരു ആർട്ടിസ്റ്റും നായികയുടെ അച്ഛനും കൂടി ഞാൻ ഹോട്ടലിൽ കയറി ചെന്ന് ഇടി റിസപ്ഷനിൽ ഉരുണ്ട് നടക്കണം. അത് കേസ് പറയാം. ഉരുണ്ട് നടന്നപ്പോഴേ ഞാൻ നോക്കുമ്പോൾ
നായിക അമ്മയും കൂടി കവച്ച് വെച്ച് പോകണം ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് വണ്ടി കയറാൻ. അവർ അച്ഛനാണ് ഉരുണ്ട് കിടക്കുന്നത്. ഇതും കഴിഞ്ഞ് കൊണ്ടുവന്ന് അവിടെ ഞാൻ പോയി ചോദിച്ചപ്പോൾ ഇന്ന പോലെ വിഷയം രണ്ടുപേരും കൂടെ കള്ളു കുടിച്ചതാണ്. കള്ളു കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ രാഷ്ട്രീയം പറഞ്ഞ് ഇഷ്ടപ്പെടാതായപ്പോഴത്തേക്ക് കള്ള് കൊടുത്ത ആളാണ് മറ്റേ പുള്ളി. നായികയുടെ അച്ഛൻ കടിച്ച് ചെവിക്കിട്ട് ഇവിടുന്ന് ഈ അഴയിൽ അലക്കിയിട്ടങ്ങനെ തുണി പോലെ കിടക്കണത്, കീറിയിട്ട് ചുമന്ന തുണി തൂക്കിയിട്ടേക്കണ പോലെ കിടക്കുന്നുണ്ട്. പിന്നെ ലൊക്കേഷൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞു അവർ ടീമാട്ടോ, അവരിപ്പോൾ വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് കാറിൽ നിന്ന് ഇത്ര ഒന്നുള്ള ഒരു സ്കൂട്ടർ റൂർ എടുത്തിട്ട് ഇടയ്ക്ക്. അപ്പോൾ എന്നോട് ഡയറക്ടർ ഒന്ന് അവരെ മറ്റവരെന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറഞ്ഞു. അവർ ടീം മൊത്തം വന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഉണ്ടല്ല, ഇത് ഇവിടെ ഇട്ട് ഇൻ ചെയ്തേക്കണ ചേട്ടന്മാർ റിട്ടയർഡ് ആയതാണ്, തല്ലാൻ വന്നേക്കേ. തല്ലിയിട്ടേ പോകുള്ളൂ. എല്ലാത്തിനും നല്ല ഷുഗറും ഉണ്ട്, എല്ലാ സെറ്റപ്പിൽ നിൽക്കുകയെ. ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചിട്ട് പോയിട്ടാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അത് തല്ലൊന്നുമില്ല, അവർ വൈകുന്നേരത്തെ ഒരു മധുരമായിട്ടൊരു ചായ കൊടുത്താൽ മതി, എല്ലാവരും ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഏത് സിനിമയിലാണ് നീ? വിനയ് ഫോട്ടോ എല്ലാം ഉണ്ട്, നമ്മളെല്ലാം ഉണ്ട്. ആക്ടറെ പറയും, നീ എന്തൊക്കെ പറയുന്നു ചേട്ടാ? സാധ്യത ഒന്നും ഉണ്ടായിരിക്കണ്ട ചേട്ടാ, ഞാൻ ചെയ്തോളൂ. ക്യാരക്ടർ ഇറങ്ങി പോകും ചേട്ടാ. നീ ഇതൊക്കെ ഇതെന്ത് അല്ല പിടിച്ച ക്യാരക്ടർ അങ്ങ് സെറ്റ് ആയിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, അല്ല വിനയ് നമുക്കിപ്പോൾ ഡയറക്ടർ ആക്ഷൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു ചേട്ടാ? ഒന്നും ഉണ്ടായില്ല ചേട്ടാ. അതുപോലെ ഈ നോബി എപ്പോഴും പറഞ്ഞു, ശിഖാമണി എന്ന് പറഞ്ഞൊരു സിനിമ. ശിഖാമണിയിൽ ഏതൊരു ആർട്ടിസ്റ്റ് മരിച്ചു കിടക്കണം. അപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിട്ട്, പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. അപ്പോൾ കോട്ടയം പ്രതിവേട്ടൻ മരിച്ചുപോയി. പ്രതിവേട്ടനും നോബിയും കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വാതിലിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമ്മുടെ ചെമ്പൻ വിനോദ് ആക്ഷൻ പറഞ്ഞ ബോഡി കണ്ട് വിഷമിച്ച് ഇറങ്ങി അങ്ങ് വന്ന് നോക്കിയിട്ട് പോകണം. ഇപ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ ചെമ്പൻ വിനോദ് ഇറങ്ങി വരും. ഈ ചെമ്പൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഈ പ്രതിവേട്ടൻ അറിയാണ്ട് സൈലൻ്റ് ആണല്ലോ, ഒരു ഒച്ച. അതായത് അവൻ വരുന്നു എന്നുള്ള. അപ്പം നോബിക്ക് രക്ഷയില്ല. ചിരിച്ച പിന്നെ ആ ഏരിയ ഇത് 7 ടേക്കെന്തോ. ചെമ്പൻ വിനോദ് വരും, കോട്ടയം ചേട്ടൻ ഈ ഒച്ച കേൾക്കും, ഇതന്നെ ചിരി തുടങ്ങും. അല്ല നോബി രക്ഷയില്ലേ. ഇവിടെ ഞാനും നോബിയും ദിലീപേട്ടനും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പം മേലിലെ ആൾക്കാർ വന്ന് നിൽക്കണം കാണാൻ. അപ്പോൾ അവിടെ നിന്ന് ഹലോ ഏതാ പടം? അപ്പോൾ നോബി പറഞ്ഞ് ലൈഫ് ഓഫ് ജോസ് കുട്ടി, ലൈഫ് ബോയ് സോപ്പ് കിട്ടിയെന്നാ. പിന്നെ ആ പടം ചെയ്യുന്നവരെ ദിലീപേട്ടൻ പറയും ഇത് ഹിറ്റാവട്ടെ കേട്ടോ, ലൈഫ് ബോയ് സോപ്പ് കിട്ടിയെന്ന്. ഓക്കെ, എല്ലാം സക്സസ് ആവട്ടെ. എല്ലാത്തിനും എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ട്. ഓക്കെ, ചേട്ടൻ പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാലോ. ഓക്കെ, താങ്ക് യു. ഓക്കെ.